ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഗോതമ്പ് ദോശയ്ക്ക് കറിയോ ചട്നിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഗോതമ്പ് ദോശയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പം ആദ്യം ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി ബാറ്റർ റെഡിയാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് പൊടീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. ഇനി പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബാറ്റർ റെഡിയാക്കണം. ബാറ്റർ അധികം തിക്കാവാൻ പാടില്ല, എന്നാൽ അധികം ലൂസ് ആവാനും പാടില്ല. ആ രീതിയിലത്തെ ബാറ്റർ വേണം റെഡിയാക്കി എടുക്കാൻ. അധികം തിക്കായി കഴിഞ്ഞാൽ ദോശ പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആവണം. അടുത്തതൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് പിന്നെ 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഉഴുന്നും പരിപ്പ് ഏകദേശം ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്തി കൊടുക്കാം. പിന്നെ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്തി കൊടുക്കാം. എന്നിട്ട് സോട്ടേ ചെയ്യാം. ഇത് അധികം ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. ഞാൻ ദോശയ്ക്കൊരു യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ഞാൻ അതിലൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പും ഓപ്ഷണലാണ്. തേങ്ങ ചിരകിയത് ചേർത്താൽ ദോശയ്ക്ക് നന്നായി ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഈ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ദോശ ബാറ്ററിലേക്ക് ചേർത്തി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചപ്പാത്തിനേക്കാൾ എത്രയോ കൂടുതൽ ടേസ്റ്റ് ഉള്ളതാണ് ഈ ഗോതമ്പ് ദോശ. ചപ്പാത്തി ആകുമ്പോൾ നമുക്ക് കറീൻ്റെ ഒക്കെ ആവശ്യമില്ലേ. ഈ മസാലയൊക്കെ ചേർത്തിട്ടല്ലേ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കറീൻ്റെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് അത്. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ചേർത്തി കൊടുക്കണം. ഇനി എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പം നമ്മളെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇനിയൊരു ദോശത്തവ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 or 3 കയ്യിൽ ദോശമാവ് അതിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. വളരെ കനം കുറഞ്ഞ രീതിയിൽ വേണം പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ദോശയുടെ മേലെയും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലിന് പകരമായിട്ട് നെയ്യാണ് ഇഷ്ടമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ദോശ നല്ലോണം മൊരിഞ്ഞ് വന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്കിത് 2 or 3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൊരിച്ചെടുക്കാം. ഇപ്പം നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ദോശയും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ദോശയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ കറിയോ ചമ്മന്തിയോ ഒന്നും ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റുള്ള ദോശയാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ദോശയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.